ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു സ്മാർട്ട് ശ്രീ. നമ്മൾ വീണ്ടും അടുത്തൊരു ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ സാധ്യതകളുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തു. ഇന്നും അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്, തീർന്നിട്ടില്ല. നമുക്ക് കുറച്ച് എന്താ പറയുക, സാധ്യതകളിനെ കുറിച്ചിട്ട് ഒരുപാട് കണക്കുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഗണിതശാസ്ത്രത്തിൽ എങ്ങനെയാണ് സാധ്യതകൾക്ക് പ്രാധാന്യം, അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് കാണിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നും അതിൻ്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടി കഴിഞ്ഞ ദിവസത്തിൽ നിന്നും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ പ്രോബ്ലംസ്. ഇനി മാത്രമല്ല, ഈ കണക്കിനകത്ത് ഇത് സാധ്യതകളുടെ ഗണിതം ഉപയോഗിക്കുമ്പോൾ അത് ജോമെട്രിക്കൽ ഫിഗേഴ്സിലും അത് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാധ്യതകൾ എങ്ങനെയാണ് ആ ഒരു ജോമെട്രിയിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, ജാമിതീയ രൂപങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാന്നൊക്കെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് സോൾവ് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം നിങ്ങൾ. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് 2 ബോക്സുകൾ വരച്ചിട്ടുണ്ട്. ദർ ആർ സം ബീഡ്സ് ഇൻ എ ബോക്സ്. ബീഡ്സ് ആണ്, കുറച്ച് ബീഡ്സ് ഉണ്ട്. 2 ബോക്സുകളിലാണ്. ഇത് ഫസ്റ്റ് ബോക്സ് ആണ്, നമ്പർ 1. ഇത് സെക്കൻഡ് ബോക്സ് ആണ്, നമ്പർ 2. 2 ബോക്സുകൾ, 2 പെട്ടിക്കകത്തായിട്ട് കുറച്ച് ബീഡ്സ് ഇട്ടിരിക്കുകയാണ്. ബീഡ്സ് മുത്തുകളാണ്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ബീഡ്സ് ആർ പുട്ട് ഇൻ 2 ബോക്സസ് ഡിഫറെൻ്റ്ലി. നമ്മൾ 2 വ്യത്യസ്ത ബോക്സുകളിലായിട്ട് കുറച്ച് ബീഡുകൾ, കുറച്ച് മുത്തുകൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദ നമ്പർ ഓഫ് ഈച്ച് കളർ ബീഡ്സ് ആർ ഗിവൺ. നമുക്ക് തന്നിരിക്കുന്ന മുത്തുകളുടെ ഓരോന്നിൻ്റെയൊക്കെ എണ്ണവും തന്നിട്ടുണ്ട്. ആൻഡ് റിലേറ്റിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ ആ എണ്ണങ്ങൾ അനുസരിച്ച് നമുക്ക് കുറച്ച് സോൾവ് ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്. ചോദ്യത്തിനെ ഷോർട്ടാക്കാൻ വേണ്ടി വലിച്ച് നമ്മൾ എഴുതുന്നില്ല. അതിന് പകരം ഞാൻ ഈ പെട്ടിയിൽ കാണുമ്പോൾ നിങ്ങളത് വായിക്കണം, അതെങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന്. There are red beads 8 and green beads 7 in first box. ഒന്നാമത്തെ പെട്ടിയിൽ ചുവന്ന 8 മുത്തുകളുണ്ട്. 8 ചുവന്ന മുത്തുകളും അതുപോലെ തന്നെ 7 പച്ചമുത്തുകളുമാണ് ഒന്നാമത്തെ പെട്ടിക്കകത്ത് കൂട്ടി മിക്സ് ചെയ്തിട്ട് കലർത്തിയിട്ടിരിക്കുകയാണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് ബോക്സ് റെഡ് ബീഡ്സ് ആർ 5 ആൻഡ് ഗ്രീൻ ബീഡ്സ് ആർ 3. 3 ഗ്രീൻ ബീഡ്സും 5 റെഡ് മുത്തുകളുമാണ് രണ്ടാമത്തെ പെട്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഇത് 2 പെട്ടികളാണ് എന്ന് ഓർക്കുക. ഈ 2 പെട്ടിയിലും നമുക്കറിയാം ഓരോന്നിലും എത്ര എണ്ണം വീതം ഉണ്ടെന്ന് നമുക്ക് പറയാലോ അല്ലെ. ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരിക. പക്ഷെ നമ്മളതിന് ഷോർട്ടാക്കി നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആയിട്ട് ഞാൻ ഇതിങ്ങനെ വരച്ചിട്ടുണ്ട്. വലിച്ചു വരിയില്ല. ഇപ്പൊ നമ്മൾ വായിക്കുകയാണെങ്കിൽ സെന്റൻസ് വായിക്കുകയും ദർ ആർ 8 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ് ഇൻ ഫസ്റ്റ് ബോക്സ് ആൻഡ് ദർ ആർ 5 റെഡ് ബീഡ്സ് ആൻഡ് 3 ഗ്രീൻ ബീഡ്സ് ഇൻ ദ സെക്കൻഡ് ബോക്സ്. 2 ബോക്സിലായിട്ട് ഇത്ര മുത്തുകൾ വീതമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും, പ്രോബബിലിറ്റിയുടെ ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ്. രണ്ടിലും എന്താ പറയുക, എത്ര ചാൻസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ആകെ ചാൻസുകൾ ഒന്നാമത്തെ പെട്ടിയിൽ 2 കൂടി ഉള്ളത് മൊത്തം ചാൻസ് എന്ന് പറഞ്ഞാൽ 15 ആണ് അല്ലെ. ടോട്ടൽ ചാൻസസ് 2 പെട്ടി. ഒന്നാമത്തെ പെട്ടിയിൽ നമ്മൾ ഈ 2 മിക്സ് ചെയ്തിരിക്കുന്ന മുത്തുകൾ, പച്ചയും ചുവപ്പും മിക്സ് ചെയ്തിരിക്കുന്ന മുത്തുകൾ ചേർത്താൽ ദർ ആർ ടോട്ടൽ 15 ചാൻസസ്. അതായത് 8 എന്താ പറയുക ചുവന്ന മുത്തുകൾ കിട്ടാനുള്ള ചാൻസുകളുണ്ട്. ഔട്ട് ഓഫ് 50 15 മുത്തുകളിൽ 8 എണ്ണം റെഡിൻ്റെതാണ്, ചുവപ്പിൻ്റെതാണ്. അപ്പോൾ 8 ചുവന്ന മുത്തുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ 15ൽ 7 എണ്ണം ഗ്രീൻ മുത്തുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ടോട്ടൽ 15. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണ്. 8 മുത്തുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ സെപ്പറേറ്റ്ലി നമ്മൾ 2ന്റെ ടോട്ടൽ ചാൻസസ് എഴുതി വെച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ 2 പെട്ടികളിലും ചാൻസസ് വേറെ വേറെയാണ്. ആദ്യത്തേന് 15 ചാൻസ് ഉണ്ട്. രണ്ടാമത്തേല് ഇതിന് 2നും കൂടി മൊത്തം കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക, ഫ്രം ദ ഫസ്റ്റ് ബോക്സ്, ഒന്നാമത്തെ പെട്ടിയിൽ ഫ്രം ദ ഫസ്റ്റ് ബോക്സ് ഇഫ് യു ആർ ടേക്കിംഗ് എ ബീഡ്, ടേക്കിംഗ് എ ബീഡ് വിത്തൗട്ട് സീയിങ്, അതൊക്കെ ഉണ്ട്. ടേക്കിംഗ് എ ബീഡ് വിച്ച് ഈസ് ഗ്രീൻ എന്ന് ചോദിച്ചാൽ, വിച്ച് ഈസ് ഗ്രീൻ എന്നാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന്. ഫ്രം ദ ഫസ്റ്റ് ബോക്സ്, ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് നമ്മളൊരു ബീഡ് എടുക്കുകയാണെങ്കിൽ, ഒരു മുത്ത് എടുക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ? അത് എന്താ പറയാ പച്ച മുത്താകാനുള്ള സാധ്യത. ഫസ്റ്റ് ബോക്സിനെ മാത്രം അപ്പം നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. 2 പെട്ടികളാണ്, വ്യത്യസ്തമായിട്ടുള്ള 2 പെട്ടികളാണ്. നമുക്ക് ഒന്നാമത്തേന്ന് മാത്രം എടുത്താൽ മതി. 2 കൂടി അല്ല നോക്കേണ്ടത്, ഒന്നാമത്തെ പെട്ടിയിലെ മാത്രമാണ്. അതാണ് ഫ്രം ദ ഫസ്റ്റ് ബോക്സ് ഇഫ് യു ആർ ടേക്കിംഗ് 1, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഗ്രീൻ ബീഡ്? അതിൽ നിന്ന് പച്ച മുത്ത് കിട്ടാനുള്ള സാധ്യത. അപ്പൊ നമ്മൾ പച്ച മാത്രം എടുക്കുന്നു, 7 ആണ്.
ഔട്ട് ഓഫ് 15 അല്ലെ 7/15 ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. നോ, ബിക്കോസ് 7ലും 15ലും അടങ്ങുന്ന ഒരു കോമൺ ഫാക്ടർ ഇല്ല, അതുകൊണ്ട് 7/15 ഇസ് ദ ആൻസർ. 7/15. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ഫ്രം ദ ഫസ്റ്റ് ബോക്സ് വാട്ട് ഈസ് ടേക്കിംഗ് എ ബീഡ് വാട്ട് ഈസ് ഗ്രീൻ വിച്ച് ഈസ് ഗ്രീൻ. നമ്മൾ പറഞ്ഞു ഇപ്പൊ റെഡ് ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ റെഡിന്റെ സാധ്യത എഴുതുന്നു 8/15. 8/15 ആണ് ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമുക്ക് റെഡ് കിട്ടാനുള്ള സാധ്യത അല്ലെ. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. അതുപോലെ തന്നെ ഫ്രം ദ സെക്കൻഡ് ബോക്സ് ആണെങ്കിൽ ഫ്രം ദ സെക്കൻഡ് ബോക്സ് രണ്ടാമത്തെ പെട്ടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടേക്കിംഗ് എ ബീഡ് വിച്ച് ഈസ് റെഡ് കിട്ടാനുള്ള സാധ്യത രണ്ടാമത്തെ പെട്ടിയിലേക്ക് മാത്രം നോക്കുക, അതിന്റെ റെഡിന്റെ ചാൻസ് നോക്കുക. ദാറ്റ് ഈസ് 5/8 ആണ്. ആൻഡ് ഫ്രം ദ സെക്കൻഡ് ബോക്സ് ഇഫ് യു ആർ ടേക്കിംഗ് 1 ബീഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 3/8 ആണ്. കിട്ടിയല്ലോ. ഇനി നമ്മൾ പറയുകയാണ്, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്തു. ആൻഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് യു ആർ പുട്ടിങ് ഓൾ ദീസ് ബീഡ്സ് ഇൻ 1 ബോക്സ്, ഇതെല്ലാം കൂടി നമ്മൾ ഒറ്റ പെട്ടിക്കകത്താണ് ഇടുന്നതെങ്കിൽ ഈ എല്ലാ മുത്തുകളും, അതായത് 7ഉം 8ഉം ആദ്യത്തെ ബോക്സിലെയും രണ്ടാമത്തെ 5ഉം 3ഉം തന്നിരിക്കുന്ന ആ മുത്തുകളും കൂടി എല്ലാം കൂടി ഏതെങ്കിലും ഒരു പെട്ടിയിലേക്ക് ഇടാം. ഒന്നാമത്തെ പെട്ടിയിലേക്ക്, രണ്ടാമത് അത് ആസ്യൂലാക്കി ഏത് പെട്ടിയിൽ വേണമെങ്കിലും കിടക്കട്ടെ. പക്ഷേ നമുക്ക് അവിടെ പെട്ടിയുടെ വലിപ്പവും അല്ലെങ്കിൽ ഇതുമല്ല നമുക്ക് ആവശ്യം നമ്പർ ഓഫ് ബീഡ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടി ഇടുമ്പോൾ രണ്ടും കൂടി നമുക്കറിയാം ഇറ്റ് മേക്സ് അനദർ ബോക്സ് വിച്ച് ഈസ് കോൾഡ് റെഡ്. എത്രയായിരിക്കണം? എല്ലാം കൂടി ഒരുമിച്ചിട്ടു. അപ്പൊ റെഡ് 8ഉം 5ഉം 13 എണ്ണം ഉണ്ട്. ആൻഡ് ഗ്രീൻ 7 + 3 10 ആണ്. അപ്പൊ ടോട്ടൽ ചാൻസസ് എന്ന് പറയുന്നത് 23 ആണ്. 23 സാധ്യതകളാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഒറ്റപ്പെട്ടിക്കകത്തോട്ട് ഇട്ടു. ഇനി ഇതിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏത് പെട്ടിക്കകത്താ? ഇതെല്ലാം കൂടി ചേർത്ത് ഇട്ട പെട്ടിയിൽ എത്രയാണോ ചോദിക്കുകയാണെങ്കിൽ അത്. അപ്പൊ നമ്മൾ ഇനി ചോദിക്കുകയാണ് ഇഫ് വി പുട്ട് ഓൾ ടുഗദർ, എല്ലാ മുത്തുകളും കൂടി ഒറ്റ പെട്ടിയിലാണ് നമ്മൾ ആക്കുന്നതെങ്കിൽ ഇഫ് വി പുട്ട് ദ ബീഡ്സ് ഇൻ one box, 1 ബോക്സിലാണ്, ഒരു ബോക്സിൽ ഇട്ടാണെങ്കിൽ ഗ്രീൻ കിട്ടാനുള്ള സാധ്യത ഏതാണ് നോക്കിയേ? ഗ്രീൻ കിട്ടാനുള്ള സാധ്യത 10/23. കണ്ടല്ലോ, സാധ്യത മാറി. 10/23. ഇനി റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണത്? 13/23. കണ്ടോ? അപ്പൊ ഇങ്ങനെയും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 2 ഡിഫറെന്റ് സാധനങ്ങൾ പറഞ്ഞിട്ട് 2 ഡിഫറെന്റ് പാക്കറ്റിലോ അല്ലെങ്കിൽ ബോക്സിലോ അല്ലെങ്കിൽ ബാഗിലോ അല്ലെങ്കിൽ ക്ലാസ്സിലും അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് മനസ്സിലായിണ്ടാവുമല്ലോ. ഇങ്ങനെ ഓരോന്നിലും സെപ്പറേറ്റ് നമ്മളോട് ചോദിക്കും. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേറെ ഒരെണ്ണം ചെയ്തു നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇൻ 1 ക്ലാസ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് നമുക്ക് എടുക്കാം. ഇപ്പൊ 10A എന്ന് പറയുന്ന ക്ലാസ് ആണ്. 10A ക്ലാസ്സും 10B ക്ലാസ്സും തന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. 10Aയും 10Bയും 2 ക്ലാസ്സസ് തന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ബോയ്സ് ഉണ്ട്, ഇവിടെ കുറച്ച് ഗേൾസ് ഉണ്ട്. ഇവിടെ ബോയ്സിന്റെ എണ്ണം 25 ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ദിസ് ക്ലാസ് ഇസ് 40 എന്ന് വിചാരിക്കാം. ഇവിടെ 10Aയിൽ ഇത്ര ആൺകുട്ടികളുണ്ട്. ഔട്ട് ഓഫ് 25 ബോയ്സ് ഇൻ ദ ക്ലാസ് 10A, ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് സ്റ്റുഡൻസ് ആർ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അതിനകത്ത് 25 പേര് ബോയ്സ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്ക് ഗേൾസ് തന്നിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നമുക്കറിയാലോ അത് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇവിടെ 28 കുട്ടികൾ തന്നിരിക്കുന്നു. ഇവിടുത്തെ ടോട്ടൽ നമുക്ക് തന്നിരിക്കുന്നത് 45 ആണെന്ന് ഇരിക്കുക. ഗേൾസിന്റെ എണ്ണം തന്നല്ല. സോ നമുക്കറിയാലോ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ട് ടോട്ടൽ എന്നിട്ട് 40. അപ്പോൾ 40ൽ നിന്ന് ബോയ്സിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 15 ഗേൾസ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ 28 ഓൾറെഡി തന്നിട്ടുണ്ട്. 28 45ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 17 ഗേൾസ് ആർ ദർ ഇൻ ദ സെക്കൻഡ് ക്ലാസ്, ദാറ്റ് ഈസ് 10B. അപ്പൊ 2 ക്ലാസ്സുകളിൽ ഇതിങ്ങനെ കുട്ടികളുണ്ടെന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ആദ്യത്തെ 10Aയിൽ നിന്ന് ഒരു ആൺകുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്രയാണ് ചോദിക്കുകയാണെങ്കിലോ, വാട്ട് ഈസ് ദ probability of selecting 1 boy from 10A? സെലക്ടിങ് എ ബോയ്, ഒരു ബോയിനെ സെലക്ട് ചെയ്യണം. എവിടെ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? 10Aയിൽ നിന്ന്. അപ്പൊ 10A മാത്രം നോക്കാൻ പാടുള്ളൂ. 10Aയിൽ നിന്ന് ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത. 10Aയിൽ ബോയ്സ് എത്രയുണ്ട്? 25 ആണ് ഔട്ട് ഓഫ് 40 അല്ലെ. 25/40. നമുക്കിത് ചെറുതാക്കാം. 5ന്റെ ടേബിളിൽ 5 5s are 25, 5 8s are 40. അപ്പൊ 5/8 കിട്ടിയോ? ഇനി അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം ഫ്രം 10B. 10Bയിൽ നിന്ന് നമുക്കൊരു ഗേളിനെ സെലക്ട് ചെയ്യണം. 10Bയിൽ എത്ര ഗേൾസ് ഉണ്ട് നോക്ക്?
17 ആണ്. ഔട്ട് ഓഫ് 45 ആണ്. 17/45 ആണ്. കിട്ടിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുക. അപ്പൊ 2 ക്ലാസ്സിൽ നിന്നും ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 10Aയിൽ നിന്ന് ബോയ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ബോയ്സിന്റെ എണ്ണം നോക്കുക. ഔട്ട് ഓഫ് എത്രയാണോ ടോട്ടലിന്റെ എണ്ണം എഴുതി. അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അടുത്ത ക്ലാസ്സിൽ നിന്ന് 10Bയിൽ നിന്നായിരുന്നു സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്താണ് പറയുക, അതിനകത്ത് 17 ഗേൾസ് ആണുള്ളത്. അപ്പൊ 17/45. ഇനി നമ്മൾ ഈ ക്ലാസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ചെയ്തതുപോലെ തന്നെ, നമ്മൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ വലിയ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അതിനകത്ത് ബോയ്സ് എത്ര വരും? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്ര വരും? 25 28 കൂടി കൂട്ടി എത്രയാണ് വരിക? 53 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനകത്ത് ഈ ക്ലാസ്സിലെ ഗേൾസ് എത്ര വരും? 15ഉം 17ഉം ആണ്. അപ്പൊ എത്ര കിട്ടും? 32 ആണ്. ദാറ്റ് മീൻസ് 85 ടോട്ടൽ സ്റ്റുഡൻസ് ആണ് നമുക്ക് ഈ കുട്ടികളെ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. 85 കുട്ടികളാണ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോയ്സ് ഫ്രം വെൻ ദ ക്ലാസ്സസ് ആർ മിക്സഡ്? ക്ലാസ് മിക്സ് ചെയ്യുകയാണെങ്കിൽ 10Aയും 10Bയും കൂടി നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? ടോട്ടൽ പ്രോബബിലിറ്റി നമുക്കറിയാം 85 ആണ്. ബോയ്സ് കിട്ടാനുള്ള സാധ്യത 53/85 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയും നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു 2 ഗ്രൂപ്പ് തന്നിട്ട്, പക്ഷേ വി ഹാവ് ടു അത് എന്ത് ചെയ്യണം? നമ്മളത് മിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ ഷഫിൾ ചെയ്യുന്നു. ഷഫിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഓരോ പ്രോബബിലിറ്റീസ് ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ജോമെട്രിയിൽ ഇത് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്? അതായത് ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ച് സാധ്യതകളുടെ ഗണിതം എങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുക എന്ന് നോക്കാം. അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഒരു സ്ക്വയർ തന്നെ ആവണം. അപ്പോൾ ഒരു സ്ക്വയർ വരച്ചിരിക്കുകയാണ്. ഈ സ്ക്വയറിനകത്ത് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ്, ഇതിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച്, ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ്, ഇതിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച്, അനദർ സ്ക്വയർ ഈസ് ഡ്രോൺ ഇൻസൈഡ്, നമ്മൾ മറ്റൊരു സ്ക്വയർ ഉള്ളിൽ വരച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഉള്ളിൽ വരച്ചിരിക്കുന്ന ഈ സ്ക്വയർ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡോട്ട് ഓൺ ദ ഷെയ്ഡഡ് പാർട്ട് വിത്തൗട്ട് സീയിങ്? നമ്മൾ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ ഈ ഇടുന്ന കുത്ത് ഈ അകത്തുള്ള സ്ക്വയറിനകത്ത് വരാനുള്ള, അല്ലെങ്കിൽ ആ ഷെയ്ഡ് ചെയ്ത സ്ക്വയറിനകത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? അങ്ങനെയാണ് ജോമെട്രിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വന്ന. ചെറിയ ഫിഗറാണ് നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇപ്പൊ ആദ്യം ഒരു സ്ക്വയർ ആണ്, വലിയൊരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിന്റെ സൈഡുകൾ എല്ലാ വശവും തുല്യമാണല്ലോ. അപ്പൊ എല്ലാ വശവും തുല്യമായ സ്ക്വയറിന്റെ വശങ്ങൾ നമ്മൾ യോജിപ്പിച്ചിട്ട്, അതിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച്, മധ്യബിന്ദുക്കളാണ് യോജിപ്പിച്ചേക്കണേ എന്ന് വെച്ചാൽ അറിയണം. മധ്യബിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഈ സൈഡുകൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നേക്കണേ. ഇതൊരു സൈഡ് നമ്മൾ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അത് മറ്റേത് അതിന്റെ ഇരട്ടിയാണ്. എക്സ് 2x ആയിരിക്കും. അല്ലെങ്കിൽ എ ആണ് എടുക്കുന്നതെങ്കിൽ എയും എയും ചേർന്ന് 2A എന്നായിരിക്കും. ഓർക്കണം. അപ്പൊ നമുക്ക് അതറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എക്സോ എയോ ഏതെങ്കിലും ഒരു അൺനോൺ നമ്പർ എടുക്കാം, XY ഏതെങ്കിലും സംഖ്യകൾ എടുക്കാം. അപ്പൊ എന്നിട്ട് ആ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് അനദർ സ്ക്വയർ ഇൻസൈഡിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ ഉള്ളിൽ വരച്ചിട്ടുണ്ട്. ഈ സ്ക്വയറിനകത്ത്, അതായത് നമ്മുടെ ഉള്ളിലുള്ള സ്ക്വയർ അത് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ക്വയർ ആണ്. അതിനകത്ത് നമ്മൾ കണ്ണടച്ചൊരു കുത്തിട്ട് ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം. അതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ ഞാൻ 2 ഡയഗണൽസ് ഇവിടെ യോജിപ്പിക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മാച്ചിട്ടുണ്ട്. 2 ഡയഗണൽസ് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇവിടെയും അതുപോലെ തന്നെ ഈ 2 വെർട്ടെക്സ്, അതായത് നമ്മൾ അകത്ത് ഷെയ്ഡ് ചെയ്ത് വരച്ചിരിക്കുന്ന ആ സ്ക്വയറിന്റെ എന്താണ് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്ന അതിനെയാണല്ലോ നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുക. എന്താണ് ഡയഗണൽ? ഏതൊരു ചതുരമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഒരു ജോമെട്രിക്കൽ ഫിഗർ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ എതിർമൂലകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര, അതിനെയാണ് വികർണം അല്ലെങ്കിൽ ഡയഗണൽ എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത സ്ക്വയറിന്റെ അകത്തുള്ള സ്ക്വയറിന്റെ 2 ഡയഗണൽസ്, ഒരു പെയർ ഓഫ് ഡയഗണൽസ് ഉണ്ടാവുമായിരിക്കും സ്ക്വയറിനും റെക്ടാങ്കിളിനും ഒക്കെ. അപ്പൊ ഈ സ്ക്വയറിന്റെ 2 ഡയഗണൽസ് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ സാധ്യത എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സൗകര്യം പോലെ ഏതെങ്കിലും അക്ഷരങ്ങൾ, നമുക്കറിയില്ല ഇവിടെ അളവൊന്നും തന്നിട്ടില്ല. അപ്പൊ അളവ് തരാത്ത സ്ഥിതിക്ക് നമ്മളൊരു അളവ് കൊടുക്കും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന അളവ് ഒരു നമ്പർ ആയിരിക്കില്ല, ഒരു അൺനോൺ നമ്പർ, ദാറ്റ് ഈസ് വേരിയബിൾസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലെ, ഓൾജിബ്രയിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അറിയില്ലാത്ത കാര്യങ്ങൾക്ക് X എന്നോ Y എന്നോ A എന്നോ B എന്നോ എന്ത് വേണമെങ്കിലും അക്ഷരങ്ങൾ കൊടുക്കാം. അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ ഈ സൈഡുകളൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ കൊടുക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ഞാനിപ്പോ A എന്ന് കൊടുക്കുകയാണ്. അതായത് ഞാനിപ്പോ ഒരു ഡയഗണൽ ഇങ്ങനെ മുറിച്ചല്ലോ. ഈ ഡയഗണൽ പ്രത്യേകത എന്താ? ദീസ് ഡയഗണൽസ് ആർ ഓൾസോ ഈക്വൽ. അല്ലെ, ഇവയും എന്തായിരിക്കും? നമ്മൾ ഈ പുറത്ത് വരച്ചിരിക്കുന്ന അതേ സ്ക്വയറിന്റെ അളവ് തന്നെയായിരിക്കും. കാരണം എന്താണ്? നോക്കാം, നമ്മൾ സ്ക്വയർ ആണ് വരച്ചിരിക്കുന്നത്. അപ്പൊ സ്ക്വയറിന്റെ ഇവിടം തുടങ്ങി ഇവിടം വരെ അത് തന്നെയാണല്ലോ ഇത് വന്നേക്കണേ.
ആണോ? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എ ബി എന്ന് പേര് കൊടുത്താൽ ആ എ ബി തന്നെയാണ് ഇവിടത്തെയും അളവ് വരിക. കാരണം ഇത് തന്നെയാണ് നമ്മൾ ഈ രണ്ട് മൂലകൾ. കാരണം ആ മൂലകൾ വന്നിരിക്കുന്നത് എവിടെയാന്ന് നോക്കിയേ, ആ സ്ക്വയറിന്റെ ആദ്യത്തെ സ്ക്വയറിന്റെ എന്താ പറയാ മിഡ് പോയിന്റിലാണ് വന്നേക്കണം. അപ്പൊ അതുമ്പോൾ തന്നെ മുട്ടി നിൽക്കുകയാണ്. സോ ഇത് രണ്ടും തന്നെയായിരിക്കും ഈ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ ഒരു വരാന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈഡ് സ്ക്വയറിന്റെ എല്ലാം ഈക്വൽ ആയതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഒരെണ്ണം അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് പി ക്യൂ എന്ന് അടയാളപ്പെടുത്തിയാൽ ആ പി ക്യൂ ഇവിടെ എല്ലായിടത്തും പി ക്യൂം എന്തായിരിക്കും, അതേ ലെങ്ത് തന്നെയായിരിക്കും. ഈ പി ക്യൂന്റെ ലെങ്ത് തന്നെയാണ് ഈ സൈഡിലും ഒക്കെ വരിക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഡയഗണലിന് ഒരു അക്ഷരം കൊടുക്കുകയാണ്, എ എന്ന് കൊടുക്കുക. അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഭാഗമാണ് എ. സോ ദിസ് ഈസ് ഓൾസോ എ. അതും എ ആണല്ലോ, ആണ്. ഇവിടെയും നമുക്ക് എ കൊടുക്കാം. കാരണം എന്താണ്, ഇതും നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഈക്വൽ ആണ്, സ്ക്വയർ ആയതുകൊണ്ട് എല്ലായിടത്തും ഇത് എ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എ ആണെങ്കിൽ ഈ വശം എ ആണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഇവിടെയും ഒക്കെ എ അയക്കണം. അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു അക്ഷരം എന്നോ എക്സ് എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി നമുക്ക് ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് എ ഒക്കെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സ്ക്വയറിന്റെയും ഏരിയ കാണാം. നമുക്ക് ഏതിന്റെയൊക്കെ സ്ക്വയറിന്റെ ഏരിയ കാണാം. ദർ ഇസ് എ സ്ക്വയർ ഇൻസൈഡ് ദ ബിഗ് സ്ക്വയർ. ആ ബിഗ് സ്ക്വയറിന്റെ വലിയ സ്ക്വയറിന്റെ നടുക്ക് ഉള്ളില് നമ്മൾ മറ്റൊരു സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ സ്ക്വയറിന്റെ ഉള്ളിലുള്ള സ്ക്വയറിന്റെ ഏരിയ കാണാം. അതുപോലെ തന്നെ പുറമെയുള്ള സ്ക്വയറിന്റെയും ഏരിയ കാണാം. കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെ എ ആണ്. അപ്പൊ ഇവിടെയൊക്കെ എ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതൊക്കെ നമ്മൾ കൊടുത്തേക്കണ എല്ലാ സൈഡും എ തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഏരിയ ഓഫ് ഷെയ്ഡഡ് സ്ക്വയർ കാണാം. ഷെയ്ഡ് ചെയ്ത സ്ക്വയറിന്റെ പരപ്പളവ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഷെയ്ഡഡ് ആണ്, ഇൻസൈഡിലുള്ള സ്ക്വയർ ആണ്, ഷെയ്ഡഡ് സ്ക്വയറിന്റെ ഏരിയ ആണ്. എന്താണ് സ്ക്വയറിന്റെ ഏരിയ ആണ് ഇക്വേഷൻ? എന്താണ് ഒരു സമചതുരത്തിന്റെ പരപ്പളവ് കാണുന്നതിനുള്ള സമവാക്യം? എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് വിളിക്കും അല്ലെ. അതായത് വശം ഇൻറ്റു വശം. സ്ക്വയറിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ എന്നോ സൈഡ് സ്ക്വയർ എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ആൻഡ് ഓൾസോ ദർ ഈസ് അനദർ ഇക്വേഷൻ. മറ്റൊരു സമവാക്യം കൂടി സ്ക്വയറിന്റെ ഏരിയ കാണാനുണ്ട്. ഇവിടെ നമുക്ക് സൈഡ് ഉണ്ട് അറിയാം, പക്ഷെ നമുക്കുള്ളത് ഈ ഉള്ളിനകത്തുള്ള, അതായത് നോക്കിയാൽ ഇതിന്റെ അകത്തുള്ള സ്ക്വയറിന്റെ ഇതാണ് വേണ്ടത്. മറ്റൊരു സമവാക്യം കൂടി. അപ്പൊ അകത്ത് സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടില്ല. എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ എയും ആയതുകൊണ്ട് ഈ സൈഡ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ദർ ഇസ് അനദർ ഇക്വേഷൻ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ഏരിയ ആണ് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് എന്താ പറയാ, ഡയഗണൽ സ്ക്വയർ ബൈ 2 ആണ്. ഡയഗണൽസിന്റെ സ്ക്വയർ ആണ്, അതിനെ പകുതിയാക്കുക. ഡയഗണൽസിന്റെ വികരണങ്ങളുടെ സ്ക്വയർ ബൈ 2 ആണ്. മനസ്സിലായല്ലോ? വികരണങ്ങൾ ഇവിടെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. എത്രയാണ് വികരണം? ഇവിടെ എ, ഇവിടെ എ. അപ്പൊ ആ രണ്ട് എയും കൂടി ചേർന്നാൽ അതൊരു വികരണമായില്ലേ? അതുപോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പൊ വികരണങ്ങളുടെ സ്ക്വയർ ദാറ്റ് ഈസ് ഡയഗണൽ സ്ക്വയർ എന്നാണ്. അല്ലെങ്കിൽ നമുക്കതിനെ ഡി സ്ക്വയർ എന്ന് പറയാം. ഡയഗണൽ സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ ഡി സ്ക്വയർ ബൈ 2. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ ഏതാണ് ഡി? വികരണം ഏതാ? എ പ്ലസ് എ അല്ലെ. ഇവിടെ നോക്കിയേ, എ പ്ലസ് എ തന്നെ. ദാറ്റ് മീൻസ് ഡയഗണൽ ഈസ്, അതുകൊണ്ടാണ് സ്ക്വയർ എന്ന് പറയുന്നത്. രണ്ട് ഡയഗണൽസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് രണ്ട് ഡയഗണൽസിന്റെ സ്ക്വയർ എടുക്കുക, അതിനെ പകുതിയാക്കുക. അപ്പൊ ഡയഗണൽ എന്ന് പറയുന്നത് എ പ്ലസ് എ ആണ്. ദാറ്റ് ഈസ് 2a എന്ന് കിട്ടും അല്ലെ. 2a ആണ് ഇവിടുത്തെ ഡയഗണൽ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സ്ക്വയർ കാണാനുള്ള ഏരിയ കാണാനുള്ള ഇക്വേഷനിൽ കൊടുക്കാം അല്ലെ. സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനിൽ നമുക്ക് ഏതെങ്കിലും ഉപയോഗിക്കാം. വശം സ്ക്വയർ അല്ലെങ്കിൽ a ഇൻറ്റു എ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ഡയഗണൽ സ്ക്വയർ ബൈ 2 എന്നോ കൊടുക്കാം. വികരണങ്ങളുടെ സ്ക്വയർ ബൈ 2. വികരണങ്ങളുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ വികരണത്തിന്റെ നീളം കിട്ടിയത് a ആണ്, ഒരു പകുതി. a പ്ലസ് എ 2a കിട്ടി. 2a സ്ക്വയർ ബൈ 2 എന്ന് കൊടുക്കാം. എന്ത് പറഞ്ഞാൽ അപ്പോൾ ഡി സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ ഡിയുടെ സ്ഥാനത്ത് 2a സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. കണ്ടല്ലോ, 2a എന്ന് പറയുന്നത് ഡയഗണലിന്റെ അളവാണ്. ഹോൾ സ്ക്വയർ അത് സ്ക്വയർ ചെയ്യണം, എന്നിട്ട് വേണം പകുതിയാക്കാൻ. അപ്പൊ നമുക്ക് ഹോൾ സ്ക്വയർ ചെയ്യണമെങ്കിൽ 2ന്റെ സ്ക്വയർ അറിയണം. ദാറ്റ് ഈസ് 4. എന്റെ സ്ക്വയർ ചെയ്യണം. ദാറ്റ് ഈസ് എ സ്ക്വയർ ബൈ 2. അപ്പൊ നമുക്ക് 2നെ 4 കൊണ്ട് വെട്ടാം. വി ഗെറ്റ് ആൻസർ 2a സ്ക്വയർ. അപ്പൊ ഉള്ളിലുള്ള ഷെയ്ഡ് ചെയ്തിരിക്കുന്ന സ്ക്വയറിന്റെ പരപ്പളവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് 2a സ്ക്വയർ. ക്ലിയർ ആയോ? ഇതെങ്ങനെ മനസ്സിലായല്ലോ? അതായത് നമ്മൾ അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ ഇതാണ്. ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ളത് സമചതുരത്തിന്റെ പരപ്പളവ് വശത്തിന്റെ സ്ക്വയർ ആണ്. വശം ഇൻറ്റു വശം. പക്ഷെ നമുക്ക് ഇവിടെ അകത്ത് വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ വശം കാണാനുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോയില്ല. അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. കാരണം ഇതിപ്പോ 1:1:√2 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് പോകേണ്ടി വരും. അത് നമ്മൾ ചെയ്യാതെ കുറച്ചുകൂടി ഈസിയസ്റ്റ്
മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഒക്കെ എ ആണ്. ഡയഗണലിന്റെ സ്ക്വയർ ബൈ 2 ചെയ്താലും നമുക്ക് ഏരിയ ഓഫ് ദ സ്ക്വയർ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡയഗണൽ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്തു. നമുക്ക് ഫസ്റ്റ് അതിനകത്തുള്ള കുഞ്ഞ് സ്ക്വയറിന്റെ ഏരിയ കിട്ടി, പരപ്പളവ് കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാം, എന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ആ പുറത്തേ കൂടി പോയിരിക്കുന്ന സ്ക്വയറിന്റെ പരപ്പളവ് കാണാം. അതായത് വലിയ സ്ക്വയർ കണ്ടല്ലോ, ഇത് കൂടി 4 അതായത് ആ മിഡ് പോയിന്റുകൾ മുട്ടിയിരിക്കുന്നത് ആ സ്ക്വയർമയാണ്, വലിയ സ്ക്വയർമയാണ്. ആ സ്ക്വയറിന്റെ ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം സൈഡ് സ്ക്വയർ വശം സ്ക്വയർ ആണ് ഇക്വേഷൻ. അതിന്റെ വശം എത്രയാന്ന് നോക്കിയാൽ നിങ്ങൾ നോക്ക, ഇതാണ് വശം 2a, a+a 2a. നോക്കുക, എല്ലാ വശവും a+a ആണ്. അപ്പൊ a+a ആണ് വശം, അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതായത് 2a സ്ക്വയർ ആണ്. 2a സ്ക്വയർ എത്രയാ? നേരത്തെ ചെയ്ത 4a². ഇവിടെ ബൈ 2 ഇല്ല. ഇവിടെ എന്താ ബൈ 2 ഇല്ലാത്തത്? ഇത് നേരെ വശം സ്ക്വയർ ആണ്, നമ്മൾ വശം വെച്ചിട്ട് തന്നെ ചെയ്തത്. പക്ഷെ മറ്റേത് ചെയ്തതോ ഡയഗണൽ വെച്ചാ, കാരണം വശം കണ്ടുപിടിക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയില്ല. അങ്ങനെയും ചെയ്യാട്ടോ, വശം കണ്ടുപിടിച്ചിട്ട് അപ്പൊ √2 ഒക്കെ വരും. അതിന് എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. ഇത് √2 ആയിരിക്കും. a+a എയും ആണ് രണ്ട് സൈഡ് 1:1 എന്ന് പറയുമ്പോൾ √2a² എന്ന് വരും. √2a² എന്ന് പറയുമ്പോൾ √2ന്റെ സ്ക്വയർ 2 ആണ്, a² സ്ക്വയർ a² ആണ്. കണ്ടല്ലോ, അപ്പോൾ 2a² എന്ന് വരുള്ളൂ. അപ്പൊ ഇത് നമുക്ക് 4a² എന്ന് കിട്ടി. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഇൻസൈഡ് ദ ഷെയ്ഡഡ് സ്ക്വയർ? ആ ഷെയ്ഡ് ചെയ്ത സ്ക്വയറിന് അകത്താണ് നമുക്ക് കണ്ണടച്ച് കുത്തിട്ടാൽ വീഴുന്നതെങ്കിൽ അതിന്റെ സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. സോ സാധ്യത എഴുതുമ്പോൾ ഇതിനകത്തല്ലേ വരേണ്ട, ചെറുതിന്റെ ഏത് ആദ്യം എഴുതണം. സോ ദ പ്രോബബിലിറ്റി നമുക്ക് ആ പ്രോബബിലിറ്റി ആയിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഡോട്ട് ഇൻസൈഡ് ദ ഷെയ്ഡഡ് പോർഷൻ, getting dot inside shaded സ്ക്വയർ എന്നാണ് നമുക്ക് ചോദ്യമുള്ളതെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറുത് ആദ്യം കിട്ടിയത് അത് 2a², ഉള്ളിലത്തേന്റെയാണ്, അത് ആദ്യം എഴുതണം. 2a² ബൈ ടോട്ടൽ സാധ്യത എവിടെയാണ്? ഇത്രയും ഇതിനകത്തെ വരാൻ പാടുള്ളൂ. ടോട്ടൽ സാധ്യത എന്ന് പറയുന്നത് വലിയ സ്ക്വയർ ആണ് ടോട്ടൽ സാധ്യത. ആ ടോട്ടൽ സാധ്യത നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 4a². a² തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ തന്നെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് 2/4 എന്ന് കിട്ടും. 2/4നെ വീണ്ടും നമുക്കൊന്നുകൂടി ചേർത്താക്കാം. 2ന്റെ ടേബിളിൽ 1 ടൈം, 4ന്റെ ടേബിളിൽ 2 ടൈംസ്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് the dot inside the shaded square is 1/2. കിട്ടിയോ? അപ്പൊ ജോമെട്രിയിൽ, ജാമിതീയ രൂപങ്ങളിലും നമ്മൾ ഇങ്ങനെ സാധ്യതകളുടെ ഗണിതം പല സമയത്തും പല സിറ്റുവേഷൻസിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? അകത്തുള്ളത് ഏതിന്റെ വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. അകത്തുള്ളതിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിന് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ മെഷർമെന്റ് കൊടുക്കുക. എക്സോ വൈയോ എയോ ബിയോ എന്തെങ്കിലും കൊടുക്കുക. അതനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് അത് റിലേറ്റ് ചെയ്ത് പുറമേയുള്ള ഫിഗറിന്റെയും സൈഡുകളോ അല്ലെങ്കിൽ സൈഡോ എന്താണോ നമുക്ക് വേണ്ട യൂണിറ്റ് ഓഫ് മെഷർമെന്റ് അത് കൊടുക്കുക. അത് റിലേറ്റ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് ഈ സൈഡ് ഈ ഡയഗണലിന്റെ പകുതി എ എടുത്തു, അപ്പൊ ഫുൾ എന്ന് പറയുന്നത് 2a എന്ന് വന്നു അല്ലെ? ഡയഗണലിന്റെ നീളം 2a വന്നു. അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വലിയ സ്ക്വയറിനെ നമ്മൾ മാച്ച് ചെയ്ത്. അതും എ ആണ്. ഇവിടെ രണ്ട് സൈഡിലും കൊടുക്കുമ്പോൾ അത് a+a, വീണ്ടും 2a സ്ക്വയർ ചെയ്തു, 4a². എന്നിട്ട് അത് ബൈയിട്ട് ചെയ്തു. ഉള്ളിലുള്ളതിനെ മുകളിൽ എഴുതണം. വലുത് ടോട്ടൽ എപ്പോഴും അടിയിലായിരിക്കും വരുന്നത് കേട്ടോ. വലുത് മീൻസ് ടോട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചേർന്ന് അതിന്റെ അകത്ത് കിടക്കുന്നത് ആദ്യം എഴുതുക, അതിന് പുറത്തേക്കുള്ളത് അവസാനം എഴുതുക. അപ്പൊ ബൈയിട്ട് എഴുതി. അത് നമുക്ക് റേഷ്യോ എന്ത് കിട്ടി? അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 എന്ന് പറയാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ആണ് ഇതിൻ്റെതെങ്കിൽ 1/2 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ജോമെട്രിയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതം നമുക്ക് ഇങ്ങനെ പല സിറ്റുവേഷൻസിലും മാറുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യുന്ന രീതിയൊക്കെ മാറ്റി മറിച്ചൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ. അതോടൊപ്പം തരുന്ന ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. അടുത്ത ദിവസം കാണാം.